സോളാർ കമ്മീഷന് മുമ്പാകെ സരിത എസ് നായർ നൽകിയ മൊഴി നിയമപരമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വൻ കുരുക്കിലാക്കും. മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർക്കോ വിജിലൻസ് കോടതിക്കോ പരാതി ലഭിച്ചാൽ ദ്രുത പരിശോധനയ്ക്ക് ഉത്തരവിടാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബാർക്കോഴ കേസിലെ നിയമ നടപടി ഇവിടെയും ആവർത്തിക്കപ്പെട്ടേക്കാം. ആര്യാടൻ മുഹമ്മദിനും തമ്പാനൂർ രവിക്കുമെതിരെ നിയമ നടപടിക്ക് സാധ്യതകൾ തുറന്നുകിടക്കുകയാണ്. സോളാർ കേസിൽ സരിത എസ് നായരുടെ വെളിപ്പെടുത്തൽ വിജിലൻസിന്റെ അടിയന്തര പരിശോധന അർഹിക്കുന്ന വിഷയമായി മാറുകയാണ്. ബാർക്കോഴ കേസിൽ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിലായിരുന്നു അന്വേഷണം തുടങ്ങിയത്. അന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനായിരുന്നു പരാതിക്കാരൻ. ഇവിടെയും സരിതയുടെ മൊഴി കണക്കിലെടുത്ത വിജിലൻസ് ഡയറക്ടർക്ക് ആരെങ്കിലും പരാതി നൽകിയാൽ ദ്രുത പരിശോധനയ്ക്ക് ഉത്തരവിടേണ്ടി വരും. വിജിലൻസ് കോടതിയിൽ ആരെങ്കിലും ഹർജി നൽകിയാലും നിയമ നടപടിക്ക് സാധ്യതയുണ്ട്. കെ ബാബുവിനെതിരായ ബാർക്കോഴ കേസിലെ നടപടികൾ ഇവിടെയും ആവർത്തിച്ചേക്കാം. സോളാർ ജുഡീഷ്യൽ കമ്മീഷനിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അനുകൂല മൊഴി നൽകാൻ സരിത എസ് നായരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയതിന് കോൺഗ്രസ് നേതാവ് തമ്പാനൂർ രവിക്കെതിരെയും നിയമ നടപടിക്ക് സാധ്യതയുണ്ട്. ജുഡീഷ്യൽ കമ്മീഷന് സ്വമേധയ തമ്പാനൂർ രവിക്കെതിരെ നടപടി സ്വീകരിക്കാവുന്നതാണ്. മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ കാര്യത്തിലും നിയമ നടപടികൾ തുറന്നു കിടക്കുകയാണ്. വിജിലൻസ് ഡയറക്ടർക്കോ കോടതിക്കോ ലഭിക്കുന്ന പരാതിയിൽ ആര്യാടനെതിരെയും അന്വേഷണത്തിന് സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.